ഒന്ന്, ശരീരത്തിൽ വെച്ച് ഒരു വിശ്രാമം നമ്മൾ പ്രാപിക്കണം. എങ്ങനെയാണ് ശരീരത്തിൽ നമുക്ക് വിശ്രാമം പ്രാപിക്കുവാൻ സാധിക്കുന്നത്? അതാണ് 16-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവിനെ ഞാൻ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ മനസ്സ് ആനന്ദിച്ചു, എന്റെ ജഡവും നിർഭയമായി വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ശരിയായ വിശ്രാമം പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിനെ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കണം. ദൈവം അവന്റെ വലതുഭാഗത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ അവന്റെ ജഡത്തിൽ അവനൊരു ജയമുണ്ടായി, ജഡത്തിൽ ഒരു വിശ്രാമം പ്രാപിക്കുവാൻ ഇടയായി തീരും. ഈ പ്രിയപ്പെട്ട ജോയിച്ചാന് ജഡത്തിൽ ഒരു വിശ്രാമം പ്രാപിച്ചു. ജഡത്തിൽ വിശ്രാമം പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മാവും ശരീരവും കൂടെ ചേരുന്നതാണ്. ആത്മാവ് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരുന്നതും ശരീരം ഭൂമിയിൽ നിന്ന് എടുത്തതുമാണ്. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ളതായ ശരീരവും ആത്മാവും ഒരുമിച്ച് വസിക്കുമ്പോൾ ശരീരം ഭൂമിയിലുള്ളതും ആത്മാവ് ദൈവത്തിനുള്ളതും ശ്രമിക്കുന്നു. ഈ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളുള്ള പോരാട്ടമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ളത്. ഈ സന്ദർഭത്തിൽ ശരീരം ആത്മാവിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങി ആത്മാവിന് കീഴ്പ്പെട്ടിരിക്കുമ്പോഴാകുന്നു ശരിയായൊരു വിശ്രാമം ശരീരത്തിൽ പ്രാപിക്കുവാൻ സാധിക്കുന്നത്. അത് പ്രാപിക്കണമെങ്കിൽ കർത്താവിനെ എപ്പോഴും മുന്നിൽ വെക്കണം. കർത്താവ് വലതുഭാഗത്തുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ജഡം നിർഭയമായി ഈ ലോകത്തിൽ വിശ്രമിക്കുവാൻ ഇടയായി തീരും. രണ്ടാമത്, നമ്മുടെ മനസ്സിനൊരു വിശ്രാമം ഉണ്ടായിരിക്കണം. മനസ്സിന് വിശ്രാമം ഉണ്ടാകുവാൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ചറിഞ്ഞ് അതിലൂടെ നിങ്ങൾ നടക്കുവീൻ. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. മനസ്സിന് വിശ്രാമം ലഭിക്കണമെങ്കിൽ ഏറ്റവും പുരാതനമായ നമ്മുടെ പിതാക്കന്മാർ സഞ്ചരിച്ച വഴികളിലൂടെ നമ്മൾ നടക്കണം. നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴയ വഴി എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സഞ്ചരിച്ച വഴികളാകുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ സഞ്ചരിച്ച വഴികളാകുന്നു. യേശു സഞ്ചരിച്ച വഴികളിലൂടെ, യേശുവിന്റെ ശിഷ്യന്മാർ സഞ്ചരിച്ച വഴികളിലൂടെ ആ പഴയ പാതകളെ നോക്കി ചോദിച്ചറിഞ്ഞ് അതിലൂടെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വിശ്രാമം ലഭിക്കും. ഇന്ന് ലോകത്തിൽ പല വിധത്തിലുള്ള നൂതനമായ മാർഗങ്ങൾ പല ജാതികളിലും സഭകളിലും സമൂഹങ്ങളിലും കാണുവാൻ സാധിക്കും. നമ്മൾ ഇതൊന്നും നോക്കണ്ട. നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴയ മാർഗം, ഈ ജോയിച്ചാൻ ഏറ്റവും പഴയ മാർഗം കണ്ടെത്തി. ഏറ്റവും പഴയ മാർഗം യേശുവിന്റെ മാർഗമാണ്. ഏറ്റവും പഴയ മാർഗം അപ്പോസ്തലന്മാർ കാണിച്ചു തന്ന മാർഗമാണ്. ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ ഈ പ്രിയപ്പെട്ട ജോയിച്ചാൻ തീരുമാനിച്ചതോടുകൂടെ തന്റെ മനസ്സിൽ ഒരു വിശ്രാമം ലഭിച്ചു. 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ എന്താണ് പഠിപ്പിച്ചത്? 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ എന്താണ് നമ്മെ പഠിപ്പിച്ചത്? അന്നുള്ള ആരാധന എങ്ങനെയായിരുന്നു? അന്നുള്ളതായ ക്രിസ്തീയ ജീവിതം ഏത് നിലവാരത്തിലായിരുന്നു? ഇത് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിൽക്കാലഘട്ടങ്ങളിൽ പല ഉപദേശങ്ങളും ക്രിസ്തീയ കോളത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് തിരുവെഴുത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള 1-ാം നൂറ്റാണ്ടിലെ ആരാധന എങ്ങനെയായിരുന്നു, ആ മാർഗം എങ്ങനെയായിരുന്നു, ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ ഈ ജോയിച്ചാൻ തീരുമാനിച്ചപ്പോൾ തന്റെ മനസ്സിൽ ശരിയായ ഒരു വിശ്രാമം ലഭിച്ചു. പെന്തക്കോസ്തിന്റെ മാർഗം വിശുദ്ധന്മാർ ലോകത്തിൽ ആരംഭിച്ചതിന്റെ കാരണം ക്രിസ്തീയ സഭകളിൽ പല മാർഗങ്ങളിൽ പിൽക്കാലഘട്ടത്തിൽ വന്നു. 1-ാം നൂറ്റാണ്ടിലെ മാർഗം വീണ്ടും ലോകത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആശയഗതിയിൽ നിന്നാണ് പെന്തക്കോസ്തിന്റെ മാർഗം ലോകത്തിലേക്ക് വന്നത്. ഇന്ന് പെന്തക്കോസ്തുകാർ ആരാധിക്കുന്ന ആരാധന രീതി എന്ന് പറയുന്നത് സത്യവേദ പുസ്തകത്തിൽ പറയുന്ന ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ മാർഗമാണ്. ആ മാർഗം ഈ പിതാവ് തെരഞ്ഞെടുത്തപ്പോൾ തന്റെ മനസ്സിനൊരു വിശ്രാമം ഉണ്ടായി. അപ്പോൾ ശരീരത്തിൽ വിശ്രാമം പ്രാപിച്ചു, മനസ്സിന് വിശ്രാമം പ്രാപിച്ചു. ഇനി വേണ്ടത് ആത്മാവിന്റെ വിശ്രാമമാണ്. ആത്മാവിന്റെ വിശ്രാമം പ്രാപിക്കുവാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നു. അതുകൊണ്ട് വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷകളാലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ഇതാകുന്നു വിശ്രാമം. ആത്മാവിന്റെ വിശ്രമത്തിനൊരു മാർഗം ദൈവത്തോട് സംസാരിക്കുക, ദൈവം നമ്മളോട് സംസാരിക്കുക. അതിനൊരു മാർഗം അന്യഭാഷകളിലെ ദൈവത്തോട് സംസാരിക്കുവാൻ സാധിക്കത്തുള്ളൂ. കാരണം ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തോട് നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവ് കൊണ്ട് മാത്രമേ സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. ആത്മാവായ ദൈവത്തോട് നമ്മുടെ ആത്മാവ് കൊണ്ട് സംസാരിക്കുവാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഭാഷയാകുന്നു അന്യഭാഷ എന്ന് പറയുന്നത്. അതാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യനോടല്ല, ദൈവത്തോട് അത്രേ
സംസാരിക്കുന്നത്, ആരും അത് തിരിച്ചറിയുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവെന്ന ദൈവിക ദാനം പ്രാപിച്ച് അന്യഭാഷകളിൽ നമ്മുടെ ആത്മാവ് കൊണ്ട് ആത്മാവായ ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ശരിയായ ഒരു വിശ്രാമം നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിനെ മുമ്പിൽ വെച്ച് ശരീരത്തിലും, അത് മാത്രമല്ല പഴയ പാതകളെ അപ്പോസ്തലന്മാർ കാണിച്ചു തന്ന ആദിമ നൂറ്റാണ്ടിലെ പാതകളെ തെരഞ്ഞെടുത്ത് മനസ്സിനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അന്യഭാഷകൾ ദൈവത്തോട് സംസാരിച്ച് ആത്മാവിലും ഒരു വിശ്രാമം പ്രാപിച്ചു കഴിയുമ്പോൾ, ഇന്നെന്ന പോലൊരു ദിവസം നമ്മുടെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുമ്പോൾ കർത്താവ് നമ്മുടെയും പേർ വിളിക്കും. ഈ പ്രിയപ്പെട്ട ജോയിച്ചാന്റെ പേര് കർത്താവ് വിളിച്ചു, തന്നെ തന്റെ അവകാശത്തിലേക്ക് ചേർത്ത് കൊണ്ടുപോയി. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു പാട്ടുണ്ട്, When the trumpet shall sound എന്നാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. ജെയിംസ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കവിയാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ ആ പാട്ട് എഴുതിയിട്ടുണ്ട്. കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാ പ്രഭാത ശോഭിതത്തിൽ നാൾ. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ഈ പാട്ട് ജെയിംസ് ബ്ലാക്ക് എഴുതുവാൻ ഒരു കാരണമുണ്ട്. ഒരിക്കൽ ജെയിംസ് ബ്ലാക്ക് എന്ന ആ സുവിശേഷകൻ, ഒരു സൺഡേ സ്കൂൾ പ്രവർത്തകൻ, താൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ അവിടുത്തെ ഒരു ഹീനമായ പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു ചേരിയിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. അവൾക്ക് നല്ല വസ്ത്രങ്ങളില്ല, അവളുടെ ശരീരത്തിൽ രൂപം വളരെ വികൃതമാണ്. ഈ കുട്ടിയെ കണ്ടിട്ട് ജെയിംസ് ബ്ലാക്ക് ആ ഭവനത്തിൽ ചെന്നു. അവളുടെ അവസ്ഥ അന്വേഷിച്ചു. അവൾ സ്കൂളിൽ പോകുന്നില്ല, പഠിക്കാൻ പോകുന്നില്ല, അവൾക്ക് നല്ല ഭക്ഷണമില്ല, വസ്ത്രമില്ല, അവളുടെ ഡാഡി മരിച്ചുപോയി, ദരിദ്ര കുടുംബത്തിലാണ് അവൾ ജീവിക്കുന്നത്. ജെയിംസ് ബ്ലാക്ക് ആ കുട്ടിയെ ദത്തെടുത്ത് പഠിപ്പിക്കുവാനും അവൾക്ക് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു, നല്ല സ്കൂളിൽ കൊണ്ട് ചെന്ന് ചേർത്തു. ജെയിംസ് ബ്ലാക്കിന്റെ സൺഡേ സ്കൂളിൽ അവളെ ചേർത്തു. അവൾ സമർത്ഥിയായ മിടുക്കിയ ഒരു കുട്ടിയായിട്ട് പഠിച്ചു വളർന്നു. സൺഡേ സ്കൂളിന്റെ ആക്ടിവിറ്റികളിൽ അവൾ സമർത്ഥിയായിരുന്നു. എന്നാൽ ഒരു ദിവസം ഞായറാഴ്ച രാവിലെ സൺഡേ സ്കൂൾ അറ്റൻഡൻസ് എടുത്തു. പേര് വിളിച്ചപ്പോൾ ഈ പെൺകുട്ടി അന്ന് വന്നിട്ടില്ല, അവൾ ആബ്സെന്റ് ആയിരുന്നു. എന്താണ് കാരണമെന്ന് ജെയിംസ് ബ്ലാക്ക് അന്വേഷിച്ചപ്പോൾ ഈ കുട്ടി രോഗിയായി കിടക്കുകയാണെന്ന് അറിഞ്ഞു. ജെയിംസ് ബ്ലാക്ക് വീട്ടിൽ പോയി ആ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു, ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ അടുത്ത ഞായറാഴ്ച സൺഡേ സ്കൂൾ ആരംഭിച്ചു. പേര് വിളിച്ചപ്പോൾ അപ്പോഴും ഈ കുട്ടി വന്നിട്ടില്ല, ആബ്സെന്റ് ആയിരുന്നു. ഈ കുട്ടി വന്നിട്ടില്ലല്ലോ, എന്ത് പറ്റി, സൗഖ്യമായില്ലയോ എന്ന് ജെയിംസ് ബ്ലാക്ക് വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ ആ സന്ദേശം തന്റെ കാതുകളിലെത്തി. ആ കുട്ടി മരിച്ചു, ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് ആ ഭക്തൻ പറഞ്ഞു, അറിയേ, ഇവിടെ അവളുടെ പേര് വിളിച്ചപ്പോൾ അവൾ ആബ്സെന്റ് ആയിരുന്നു, പക്ഷെ അവളുടെ പേര് അപ്പോൾ സ്വർഗത്തിൽ വിളിച്ചിട്ടുണ്ട്, അവിടെ അവൾ പ്രസന്റ് ആയി. അങ്ങനെ ആത്മാവിൽ താൻ എഴുതിയ പാട്ടാണ് കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാ പ്രഭാത ശോഭിതത്തിനാൽ പാർത്തലെ രക്ഷപ്പെട്ടോരക്കരെ കൂടി ആകാശേ പേർ വിളിക്കുന്ന നേരം കാണും എൻ പേര്. ജോയിച്ചാന്റെ പേര് വിളിച്ചു, ജോയിച്ചാൻ കടന്നുപോയി. പ്രിയ മക്കളെ, നമ്മുടെ പേർ വിളിക്കുവാൻ നമ്മുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? തിരുവെടുത്ത് പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിക്കളയും. ലോകത്തിലെല്ലാം നേടിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ സ്വർഗത്തിൽ നീതിമാന്മാരുടെ പട്ടികയിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ അവസാനം നരകത്തിലായിരിക്കും. അത് സംഭവിക്കാതിരിക്കാൻ നമുക്ക് മാനസാന്തരപ്പെടാം, ഹൃദയം കർത്താവിന് കൊടുക്കാം, സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതിയിട്ടുള്ള നമുക്ക് ഉറപ്പാക്കാം. ഒരു നാൾ നമ്മുടെ പേർ വിളിക്കുമ്പോൾ സന്തോഷത്തോടെ നമുക്ക് കടന്നു പോകാം. നമുക്ക് ഓരോരുത്തർക്കും അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ലഘു സന്ദേശത്തോടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ പാട്ട്, രണ്ടുപേരും പാട്ടൊന്ന് പാടി നമുക്ക് ആ ശുശ്രൂഷയുടെ അവസാനിപ്പിക്കാം. കർത്തൃകാഹളം